എം ടിയുടെ സുഹൃത് വലയത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, എം ടിയുടെ ചിത്രങ്ങൾ വരച്ച മദനെ നമ്മൾ കണ്ടു, എം ടിയുടെ ചിത്രങ്ങൾ എടുത്ത മുസ്തഫയെ നമ്മൾ കണ്ടു, എം ടിയോടൊപ്പം സഞ്ചരിച്ച ആലങ്കോടിനെ നമ്മൾ കണ്ടു. അങ്ങനെ പല പല മനുഷ്യർ വന്ന് പല പല അനുഭവങ്ങളാണ്. ഫോട്ടോ എടുത്ത കെ സന്തോഷിനെ അവരുടെയൊക്കെ അനുഭവം വേറെയാണ്. അവർക്ക് ചിരിക്കുന്ന എം ടിയും നന്നായി തുറന്ന് സംസാരിക്കുന്ന എം ടി ഒക്കെയാണ്. അടുത്ത ആളുകൾക്ക് എം ടി അങ്ങനെയാണ്, എല്ലാവരെയും അടുപ്പിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് നാട്യങ്ങളില്ലാത്ത മനുഷ്യൻ എന്നുള്ളതാണ്. ആ നാട്യങ്ങളില്ലാത്ത മനുഷ്യർ കുറവാണ്. കുറച്ചുകൂടി പ്രാക്ടിക്കലായി ജീവിക്കാൻ ഒരു കള്ളച്ചിരി വെച്ച് അല്ലെങ്കിൽ കള്ളപ്രതികരണം നടത്തി എല്ലാവരും പ്ലീസ് ചെയ്ത് നടക്കുന്ന ആളുകളാണല്ലോ പുതിയ സാഹിത്യത്തിൽ അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു വ്യത്യസ്തനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ മരണവുമായി സന്ധി പറഞ്ഞ ഇടവേള മാത്രമാണല്ലോ ജീവിതം. അപ്പോൾ ഇടവേള പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് മാത്രമായി നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടെ ഒരു എഴുത്തുകാരുടെ ഒരു കൂട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഇളയ ആളായിരുന്നു എം ടി. അവിടെ ബഷീറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ചിത്രം വരച്ചിട്ടുള്ള നമ്പൂതിരിയുണ്ട്. അതുകൂടാതെ അദ്ദേഹം ബഹുമാനത്തോടെ ഓർത്തിരുന്ന പൊറ്റക്കാടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കൂട്ടും ഇവർക്കൊപ്പമുള്ള പടങ്ങളൊക്കെ നമുക്ക് പുനലൂർ രാജൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, ബീഡി വലിച്ചു നിൽക്കുന്ന എം ടിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം ബാക്കിയായിരുന്ന എം ടി മായുമ്പോൾ കോഴിക്കോട്ടെ ആ തലമുറ പോയി. എം ടി ഉറപ്പായിട്ടും ആ തലമുറയിൽപ്പെട്ടതല്ല, പക്ഷേ ആ സംഘത്തിൽപ്പെട്ട ഇളയ ആളായിരുന്നല്ലോ. അപ്പോൾ അവർ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ കോഴിക്കോട്ടെ ആ ഒരു സാഹിത്യ ആ സംഘം ഇനി അത് ഓർമ്മയാവുക എന്നുള്ള നിലയ്ക്കാണ് അതിനെ ഓർക്കേണ്ടത്. പിന്നെ എം ടിയുടെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ നാടുമായി ബന്ധപ്പെട്ട വള്ളുവനാടൻ ഭാഷ, അദ്ദേഹത്തിൻ്റെ നായർ തറവാട്, നാലുകെട്ടിൽ മാത്രം തളച്ചിട്ട എഴുത്താണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തറവാടത്തെ ഘോഷണമല്ല നടത്തിയിട്ടുള്ളത്. തറവാടുമായി ബന്ധപ്പെട്ടും അതെങ്ങനെയാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്, നായർ തറവാടുകളിൽ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ സ്ത്രീകൾ പല ഘട്ടങ്ങളിൽ ദുർബലരായി പോവുകയും പല ഘട്ടങ്ങളിൽ വിചാരിക്കാത്ത ഘട്ടങ്ങളിൽ വളരെ ശക്തരായി പ്രതികരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരിമാരൊക്കെയാണ് ഒരു എഴുത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിലെ എഴുത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ചെറുപ്പത്തിലെ ദാരിദ്ര്യം, വീട്ടിലെ അവസ്ഥ, സഹോദരന്മാരെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വന്നു. തനിക്ക് കൂടി പഠിക്കാൻ സ്കൂൾ വിടാൻ ഉള്ള ഒരു കാശില്ലാത്തതുകൊണ്ട് ആ ഒരു വർഷം എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് അദ്ദേഹം വായിച്ചു തീർത്തു എന്നുള്ളതാണ്. തൊട്ട് അയൽവാസിയായിരുന്ന അക്കിത്തത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് നന്നായി വായിച്ച് അങ്ങനെയൊക്കെയാണ് തുടക്കം. കാരൂരിനെ വായിക്കുന്നു. അങ്ങനെ പഴയ എഴുത്തുകാരെ മുഴുവൻ വായിക്കുന്നു. തകഴിയെ വായിക്കുന്നു, പൊറ്റക്കാടിനെ വായിക്കുന്നു. അപ്പോൾ ആ വായനയൊക്കെ ഒരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നുമ്പോൾ ആദ്യം ലേഖനങ്ങൾ എഴുതി, പിന്നീട് ചെറിയ ചെറിയ കഥകൾ എഴുതി. അതൊക്കെ തന്നെയും മദ്രാസിലേക്കാണ് അയച്ചിരുന്നത്. മദ്രാസിലെ ചിത്രകേരളം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അവിടേക്ക് ആദ്യം അയക്കുന്നു. അന്ന് അദ്ദേഹം പേരിട്ടത് VN തെക്കേപ്പാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തകഴിയൊക്കെ കണ്ട് ആ രീതിയിൽ അതൊന്ന് അനുകരിച്ചുകൊണ്ടാണ് VN തെക്കേപ്പാട്ട് എന്ന് അയക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെയും പേര് മാറ്റുന്നുണ്ട്. കൂടല്ലൂർ വാസുദേവൻ നായർ എന്നാക്കിയിട്ട് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജയകേരളം എന്നൊരു മാസിക കൂടി ഉണ്ടായിരുന്നത്. അത് P. ഭാസ്കറിൻ്റെ പത്രാധിപത്യത്തിലാണ് അവിടെ മദ്രാസിൽ നിന്ന് അവിടെയും അയക്കുന്നു. പിന്നീടാണ് അദ്ദേഹം MT വാസുദേവൻ നായർ എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നത്. അത് 3ാമത്തെ എഴുത്തിലാണ്. അപ്പോൾ ഈ കഥകളൊക്കെ തന്നെയും അങ്ങോട്ട് അയച്ചതെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ. അപ്പോൾ ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത് 4 രൂപയായിരുന്നു. പിന്നീട് അത് 5 രൂപ, 10 രൂപ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. തുടക്കകാലത്തെ പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ സുധാ ഗോപാലകൃഷ്ണൻ നൽകിയ അഭിമുഖത്തിൽ, ഒരു പരിചയമില്ലാത്ത ഒരു ഇൻ്റർവ്യൂവറാണ്. അപ്പോൾ വന്ന് സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വാചാലനാകും. പിന്നെ അദ്ദേഹത്തെ പറ്റി അങ്ങ് തുറന്നു പറയും. പലരും ആ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്തർമുഖനായ, എപ്പോഴും ആലോചനകളിൽ മാത്രം നിൽക്കുന്ന, അവനവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന MT ആണ് നമ്മൾ പുറം ലോകത്ത് കണ്ടുള്ള ഒരു പൊതുപരിപാടിയിലാണെങ്കിൽ അദ്ദേഹം കണ്ണടച്ചിരിക്കുന്ന കാണാം. അത് അപ്പുറത്ത് പറയുന്നത് കേൾക്കുകയായിരിക്കാം, തനിക്ക് പറയാനുള്ളത് ആലോചിക്കുകയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ എഴുത്തും അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കഥ എഴുതുകയായാലും നോവൽ എഴുതുകയായാലും ആദ്യം മനസ്സിൽ അത് കുറേ ദിവസങ്ങളിൽ ഇരുന്ന് മനസ്സിലെഴുതി സ്ക്രിപ്റ്റാക്കിയിട്ടുണ്ടാവും. പിന്നെയാണ് അത് കടലാസിലേക്ക് പകർത്തുക. അല്ലെങ്കിൽ തോന്നുന്ന ആ ഘട്ടത്തിൽ എഴുതി പകർത്തില്ല, മനസ്സിലെഴുതി പൂർത്തിയാക്കിയ ശേഷമേ കടലാസിലേക്ക് പകർത്തുള്ളൂ. പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അദ്ദേഹം നല്ലൊരു എഡിറ്റർ കൂടിയാണല്ലോ. ആ എഡിറ്റിംഗ് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അതിൽ നോവൽ എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴുള്ള വ്യത്യാസവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോവലിൽ പിന്നീട് കുറേ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു ഭാഗമൊക്കെ ഒന്ന് മാറ്റാമായിരുന്നെന്നും കുറച്ചുകൂടി ഭംഗിയാക്കാമായിരുന്നു ഒക്കെ അദ്ദേഹം തോന്നിയിട്ട്. പക്ഷേ ചെറുകഥകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. അദ്ദേഹം അത്രയ്ക്കും അറ്റിക്കുറുക്കിയ വാചകങ്ങളും ഭംഗിയുള്ള വാചകങ്ങളും എല്ലാവർക്കും ഉള്ളിലേക്ക് തറയ്ക്കുന്ന വാചകങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ചെറുകഥകളാണ്. അതിലൊന്നും ഏത് കാലത്ത് വായിച്ചു നോക്കിയാലും അത് പെർഫെക്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 3-4 വർഷമായിട്ടുള്ളത്, ഒരു ഓണപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച്, അദ്ദേഹം പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പുതിയ വിദേശ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ വായിച്ചിരിക്കുന്നു, പുതിയ യുവാക്കളായ എഴുത്തുകാരെ വായിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനാകുന്നു. ഇതൊക്കെ ഇത്ര സമയം എങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റുമെന്ന് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്, വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം വായിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം 35 പേജെങ്കിലും വായിക്കാൻ കഴിയണമെന്നാണ് ഡോക്ടറോട് പറയുന്നത്. ദിവസം 300 പേജെങ്കിലും വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശീലം. അങ്ങനെ വായിക്കുന്നു. പക്ഷേ തൻ്റെ എഴുത്ത് എന്നത് തൻ്റേത് മാത്രമായൊരു ലോകത്തിലെ എഴുത്താണ്. അതിലേക്ക് ഈ പറയുന്ന വിശ്വസാഹിത്യത്തിൻ്റെ സ്വാധീനമൊന്നും തൻ്റെ എഴുത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പരിസരത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഒരു പരിസരത്തിൽ നിന്ന് മാത്രം നിളയും പാലക്കാടെ കൂടല്ലൂരും മാത്രമായി അദ്ദേഹം മാറുന്നു എന്നുള്ളത്. പക്ഷെ അതിലപ്പുറം കൂടുതൽ മനുഷ്യരുടെ ചിന്തകളിലേക്ക് ആളുകൾ എങ്ങനെയൊക്കെ മാറുന്നു. അദ്ദേഹം പറയുന്ന ഒരു ക്രൂരനായൊരു വ്യക്തിയെ നമ്മൾ ക്രൂരനാണ് എന്ന് നമ്മൾ വിധി എഴുതി കഴിഞ്ഞ ആളെ അദ്ദേഹം വിലയിരുത്തുന്നത് ഏത് പാറക്കെട്ടിനുള്ളിലും ഉള്ളിലേക്ക് ചെന്നാൽ ഒരു കുളിർജലം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ആളുകളുടെ ഉള്ളിലേക്ക് നൂഴ്ന്ന് ചെന്ന് കഴിഞ്ഞാൽ അവരിലൊക്കെ നന്മയുടെ ഒരു അംശം കണ്ടെത്താനാകുമെന്നുള്ളൊരു വിലയിരുത്തൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യരെ വിലയിരുത്തിക്കൊണ്ടുള്ള കഥകളും നോവലും കഥാപാത്രങ്ങളും തന്നെയാണ്. ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെ പല തരത്തിലാണെന്ന് ആരാണ് വി ആർ സുധീഷാണെന്ന് പറഞ്ഞത്. വി ആർ സുധീഷ് പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം പാവങ്ങളായിരുന്നു എന്ന്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയല്ല. പാവങ്ങളായ കഥാപാത്രങ്ങളും ഉണ്ട്, അതല്ലാതെ അതിശക്തമായ കഥാപാത്രങ്ങളും ഉണ്ട്. സ്ത്രീപക്ഷ നിലപാടുള്ള മനുഷ്യരെല്ലാവരും അതെ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ചുറ്റുപാടിൽ അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്തതും അദ്ദേഹത്തിന് സ്ത്രീകൾ എങ്ങനെയാകണമെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ നല്ല ഫെമിനിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് അടുത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്ത്രീപക്ഷ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചുറ്റും കണ്ട ചിലരെങ്കിലും അങ്ങനെ ദുർബലരായ സ്ത്രീകളാണ്. അതും സിനിമകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയെടുത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ എൻ്റെ കസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സഹോദരിയെക്കുറിച്ചാണ് ആ കഥ. അപ്പോൾ അങ്ങനെ ഇപ്പം കുട്ടിയെടുത്തി വിലാസിന് വന്ന് പൊട്ടിക്കരയുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവരൊക്കെ ആ നാട്ടിലെ കോഴിക്കോട്ടെ കുറേ നടന്മാരുണ്ട് കേട്ടോ, കുഞ്ഞാണ്ടി എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് നാടക നടന്മാരായിരുന്നു. അവരെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിന് MTക്ക് ഒരു പങ്കുണ്ട്. കുട്ടിയെടുത്തി വിലാസിനി ആയാലും കുഞ്ഞാണ്ടി ആയാലും അങ്ങനെ കുറേ നടന്മാരുണ്ട്. ബാലൻ നായരും അങ്ങനെ ഒരുപാട് പേർക്ക് അത്തരം അനുഭവങ്ങൾ, കുറേ പേരൊക്കെ മൺമറഞ്ഞു പോയിരിക്കുന്നു. കുഞ്ഞാണ്ടിയൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അദ്ദേഹം ഭയങ്കരമായി ഇതിപ്പോൾ ഈ ആളുകളെ അടുപ്പിക്കാത്തൊരു വ്യക്തിയെന്ന് നമ്മൾ പുറമേ നിന്ന് വായിക്കുമ്പോൾ അത് വേറൊരു ലോകം. എനിക്കൊരു ആരാധക വൃന്ദമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, പക്ഷേ മനുഷ്യ സ്നേഹവും സഹായിക്കാനുള്ള ഒരു ചിന്തയും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ടായിരുന്നു. തിരൂർ തുഞ്ചൻപറമ്പിൽ കാര്യങ്ങൾ മാറ്റിയതിനെക്കുറിച്ചൊക്കെ KP രാമൻ വളരെ വാചാലാണ്. നമുക്കറിയാത്ത തരത്തിൽ തന്നെ അവിടെ അദ്ദേഹം വളരെയധികം ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ നടത്തിയിട്ടുണ്ട്. അത് MTക്ക് ആയതുകൊണ്ടാണ് സാധ്യമായത് കേട്ടോ. പക്ഷേ പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളൊന്നും സഹകരിക്കില്ല ചില കാര്യങ്ങളിലൊന്നും. പക്ഷേ MTയെ ധിക്കരിക്കാൻ പറ്റാതെ, MTയുടെ വാക്കുകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടോ ഇനിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ ഒരു യുഗാന്ത്യമാണ്. Meet the editors.